എന്റെ പ്രിൻസിപ്പൽ മാഡം. നീ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജയശ്രീ. ക്രിസ്മസ് പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. വാസ് അമേസിംഗ്. താങ്ക് യു മാം. ഇനി എത്രയും വേഗം ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ശരി മാം, ഓക്കെ. പാൻഡമിക്കിന് ശേഷം അറിയാലോ, ഫണ്ടൊക്കെ നമുക്ക് കുറവാണ്. ഡോക്യുമെന്ററിന്റെ എഡിറ്റിംഗ് ഒക്കെ പിള്ളേരെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. ആ, ജയശ്രീ ഇതിനെ എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മാം, നോക്കാം നമുക്ക്. ആ, എന്നാ ഓക്കെ. ഓക്കെ ഓക്കെ. ഏറ്റവും ആദ്യം പോയി വല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും പഠിക്കും. അല്ലാതെ എന്നത്തെ പോലെ മോളാതെന്താ മോളെ ഇതെന്താ മോളെ ചോദിച്ചു വന്നതിനാ ഞാൻ പറഞ്ഞെടുത്തില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. കുറെ പൊട്ട ടീച്ചർമാരുണ്ട്. ലാപ്ടോപ്പ് അറിയില്ല, ഫോണും അറിയില്ല. നീ പൊടി കാന്താരി. ഇന്ന് സൺഡേ അമ്മയ്ക്ക് ലീവില്ലേ? അതെ, വീക്ക് സ്റ്റുഡൻസിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അതാ. ഈ കൊല്ലത്തിലോ? ഓൺലൈൻ ക്ലാസ് അല്ലേ, ഇതൊക്കെ മതി. കഷ്ടം. പൊടി വഴക്കാടി. ഹലോ. ആ, അയ്യോ, ശരി. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മേഘ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഇവക്ക് ഇതാരെ എപ്പോഴും മെസ്സേജ് അയക്കണേ? ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. പത്തായം നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കണ്ടുവരുന്ന ഒന്നാണ് പത്തായം. പത്തായം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഷടാ, കറണ്ടും പോയി. ഗിരിയേട്ടാ, ഷോ ഇവിടെ എപ്പോഴും കറണ്ട് കേട്ടാ. അച്ഛാ, എന്നെ നാടകം പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്. നാടകം ഇപ്പൊ കറണ്ട് പോയപ്പോഴല്ലേ ആമാ തല കിട്ടും പോലെ രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങിയത്. മോളെ, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് നെറ്റ് മതി. കേട്ടല്ലോ, പിള്ളേരെ ഒപ്പുകടലാസ. പെൺപിള്ളേരാകുമ്പോ തള്ളേ കണ്ടാ പഠിക്കണത്. അത് മറക്കാതിരുന്ന കൊള്ളാം. ഗിരിയേട്ടാ, എന്റെ ക്ലാസ് അവിടെ കറണ്ട് ഉണ്ടാവോ? നിഷാമസേ, ലോക്ക് തുറക്കാനും പറ്റുന്നില്ല. ഗിരിയേട്ടാ, അറിഞ്ഞോ ബാബുക്കുട്ടന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്? ആ, ഞാൻ അറിഞ്ഞു. എന്നിട്ട് പോണില്ലേ? വല്ലവരും പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അവനെന്നെ ക്ഷണിച്ചൊന്നുമില്ലല്ലോ. മരിപ്പോ? അവനെന്റെ വെറും ഫ്രണ്ട് അല്ല. അയ്യേ, ഇതെന്തൊരു മനുഷ്യനാപ്പ അത്. ഒരു മിനിറ്റ് ടീച്ചറെ. ഗിരിയെ കണ്ടില്ലല്ലോ ടീച്ചറെ. കണ്ണൂത്ത് ഗിരിയേട്ടന്റെ അമ്മയുടെ വീട്ടിലൊരു അടിയന്തരത്തിന് രാവിലെ പോയി. ഇവിടെ പെട്ടെന്നായിരുന്നല്ലോ. ടീച്ചറെ, ഞാൻ ഗിരിയെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയും കൂടി ഗിരി അച്ഛനെ കുറിച്ച് ചോദിച്ചതാ. വെളുപ്പിനാ സംഭവിച്ചത്.
ഞങ്ങളിന്ന് സൂക്ഷിച്ചു. ബോഡി എപ്പോഴാ എടുക്കുന്നേ? 3 കഴിയുന്ന പറഞ്ഞേ. അല്ല ഗിരി എവിടെ? ജവാനെ മരിപ്പ് ക്ഷണിക്കാത്തോണ്ട് വന്നില്ലേ സാറേ. മിണ്ടാതിരിക്കും. കഷ്ടം. ഒക്കെ ശരിയാവും. ക്രിസ്മസ് ഡോക്യുമെന്ററി എവിടെ വരെയായി? ആ ഒന്നും പറയണ്ട, എല്ലാം കൂടി തലയ്ക്ക് വട്ടായി. ഓൺലൈൻ ക്ലാസ്സിന് വള്ളിക്കിട്ട് വേറെ വരുന്നുണ്ട്. വരട്ടെ. കേട്ടോ പാത്തു, നിന്റെ കെട്ടിയവനെ PT സാർ ആണെങ്കിലും വലിയ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അല്ലേ? പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? എന്നും പറഞ്ഞ ഫോണില്ലാപ്പായിട്ട് എപ്പോഴും തൊണ്ടിയും കുത്തി ഇരിപ്പാ. അസൂയ. എന്നാ ശരി ജയശ്രീ. കാണാം. നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പോഴും എന്തൊരു മുഞ്ചത്തിയാ. മിസ്റ്റർ ഗിരിയുടെ കൂടെ അല്ലേ? എന്താ കഴിക്കുന്നേ? ഞാനേ കുറച്ച് അവല് വിളയിച്ചതാ, പക്ഷെ ശരിക്കും അങ്ങ് വിളഞ്ഞില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അടുക്കള ഇരിപ്പുണ്ട്, പോയി കഴിച്ചോ. ആ പിന്നെ കൂട്ടുകാരൻ നിങ്ങളെ തിരക്കി. അവൻ അടുത്ത് വന്ന് വാ പൊളിച്ചിട്ടേ ഉഫ് എന്നാ നാറ്റുവാ. ഗാന്ധിയനെ അയച്ചൻ ചത്ത് കിടന്നിട്ടും അവന്റെ ഒരു കുടി. ഗിരി അച്ഛൻ പോയടാ. ബാബുട്ടാ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് നീ എന്നെ ക്ഷണിക്കാത്ത ഞാൻ ക്ഷമിക്കും. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോ നിനക്കൊക്കെ കോട്ട തന്ന് ഞാൻ കുളിപ്പിച്ച് കിടത്തിയതാ. അത് നീ മറക്കരുതായിരുന്നു. ആരാ? ഗിരി. പോട്ടെ 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 പോട്ടെ. ഗിരിയേട്ടാ, ആ നാടക അക്കാദമി കുട്ടികളുടെ ഒരു ടാലന്റ് ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? സ്കൂളിൽ ഇവക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വരദരാജൻ മാഷെ ഇപ്പൊ വിളിച്ചിരുന്നു. മോളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് നേരിട്ട് എത്താനാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, ഇത് അഭിനേതാവ് കൂടിയായ ഒരു പട്ടാളക്കാരന്റെ മകളാണെന്ന് അക്കാദമിയിൽ അറിഞ്ഞിട്ടുണ്ട്. അതാ പരിഗണിച്ച. നാളെ പോയി കളയാം. ഇവന്റെ അന്തിയൊന്ന് അല്ലി അടിച്ചിട്ട് പോയി. ഹുസൈനെ, ഹുസൈനെ, ഹുസൈനെ. ഗിരി എന്തായി രാത്രിയില്? കിടക്കണ്ടേ? നമുക്കല്ല, അതിലൊക്കെ ആൾക്കാർ കിടക്കണ്ടേ? നീ എന്ത് സാധനം ഈ മിക്സിയിലിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്? എന്നാ ഒച്ചയാടാവേ? അതെ, ഞങ്ങളുടെ മരുന്ന് കമ്പനി പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്, നയാഗര ടാബ്. ഈ ടാബിന് ഇത്തിരി കടുപ്പം കൂടുതലായ കാരണം മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഒരു ഗ്ലാസ് പാലും ചേർത്ത് കുടിച്ച. അപ്പൊ അതാണ് കാര്യം. 2 എടുക്കട്ടെ? എന്തിന്? എനിക്കൊന്നും വേണ്ട. എനിക്കും കൊച്ചിന് നാളെ തിരുവനന്തപുരം പോകാനുള്ളതാ. ഇനി ഇവിടുന്ന് ഒച്ചയെങ്ങാനും കേട്ടാ ഹുസൈനെ. ഇനി ഞാൻ മിക്സിയുടെ ഒച്ച കുറയ്ക്കാൻ വേണ്ടിട്ടേ അതിൽ സൈലൻസർ പിടിപ്പിക്കാം. ഈ മരുന്ന് ചോദിച്ച് നീ വരും ഗിരി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും.